എന്റെ മുന്നിൽ വന്നിരുന്ന് ബിസിനസ് സംസാരിക്കാറായോടാന്ന് ചോദിച്ച ആസിയേട്ടാ അന്ന് ആ പ്രസാദ് അയാളുടെ ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്നിട്ടിപ്പോ അതേ ബിസിനസ് സംസാരിക്കാൻ അയാൾ എന്റെ ഓഫീസിൽ വന്നിരിക്കുന്നു. ഇനിയും വരുവടാ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞ പ്രസാദെന്നല്ല UK-യിലുള്ള സകല അലവലാദികളും നിന്റെ അടുത്ത് വരും. സംഗതി നീ ഒരു നാറിയാണെങ്കിലും നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് കുറെ അനുഭവിച്ചിട്ടില്ലേ ലൈഫില്. അതിനൊക്കെ ദൈവം ഇങ്ങനെയായിരിക്കും കോമ്പൻസേറ്റ് ചെയ്യുന്നത്. പറയാൻ പറ്റുകയല്ല. വീണനെ മോനെ വിജയ്, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആവണമെങ്കിൽ ആ നമ്പ്യാരുടെ മോള് ഓക്കെ പറയണം. അവളിങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിന്ന് കഴിഞ്ഞാലേ ശരിയാവുകയല്ല. അത് അസിയേട്ടൻ ഡോണ്ട് വറി. അവളെ എങ്ങനെ ഇംപ്രസ് ചെയ്യണമെന്നൊക്കെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം. അതെ അസിയേട്ടാ, ദൈവമായിട്ട് അതിനൊരു വഴി ഇപ്പൊ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. Sorry. That's okay. Hi. ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തേ ഉള്ളൂ അല്ലേ? അതെ. മെറിൻ, ഇത് വിജയ്. ഹായ് മെറിൻ. ഗെറ്റ് വെൽ സൂൺ. Thank you. എന്റെ കാറാ അന്ന് മെറിനെ. ഐ എം സോറി. എപ്പോ ഡിസ്ചാർജ് ചെയ്യാമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, മിനിമം 2 weeks വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓ. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും കഴിയില്ല. എപ്പോഴും കൂടെ ആരെങ്കിലും വേണം. അതാ ഇപ്പോഴത്തെ പ്രോബ്ലം. അതൊരു പ്രോബ്ലമേ അല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് മാനേജ് ചെയ്യാന്നേ. എന്നെ എപ്പോ ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഓൾവേസ് അറ്റ് യുവർ സർവീസ്. ഈ തിരക്കിനിടയ്ക്ക് വിജയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഒരിക്കലും ഇല്ല. എന്റെ ബിസിനസ് ഒക്കെ എവിടെ ഇരുന്നാലും ഫോണിലൂടെ ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കാശുണ്ടാക്കുന്നതിലല്ലോ മനുഷ്യനാവുന്നതിലല്ലേ കാര്യം, അല്ലേ? ആ വിജയ്. സേട്ടാ, നീ എവിടെടാ? ഞാൻ ഓഫീസിലുണ്ട്. പിന്നെ ഞാൻ വിളിച്ചതേ ആ ആക്സിഡന്റ് പറ്റിയ കുട്ടിയില്ലേ മെറിൻ, അതിന്റെ കാര്യം പറയാനാ. അവളുടെ ഹോസ്പിറ്റൽ ചെലവും മറ്റ് എക്സ്പെൻസസും ഒക്കെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ NHS ഒരു റിക്വസ്റ്റ് അയച്ചിരുന്നില്ലേ, അതവർ റിജക്ട് ചെയ്തു. വൈ? അവരുടെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടല്ലേ മെറിൻ വന്നത്. സോ ഷീ ഈസ് देयर റെസ്പോൺസിബിലിറ്റി. അതൊക്കെ ശരിയാ, പക്ഷെ അതൊന്നുമല്ല സായിപ്പ് പറയുന്നത്. മെറിൻ ആക്സിഡന്റ് പറ്റിയത് ഡ്യൂട്ടി ടൈമിലല്ല. തന്നെയുമല്ല, അവൾ ഇതുവരെ ജോലിയിൽ ജോയിൻ ചെയ്തിട്ടുമില്ല. അതൊക്കെ പറഞ്ഞ അവന്മാരിപ്പോ കൈയൊഴിയുന്നു. എന്റെ പേടി നാളെ അവന്മാരിനി ഫിസിക്കലി അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് അവളെ ജോലിയിൽ നിന്ന് തെറിപ്പിക്കുമെന്ന്. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അസിയേട്ടാ. നിങ്ങൾ എങ്ങനെ അവളെ പ്രൊട്ടക്ട് ചെയ്യണം? എന്നെ കൊണ്ട് കഴിയും പോലൊക്കെ ചെയ്യാം. എന്തായാലും ആ നമ്പ്യാരുടെ മോടെ കൂടെ നടന്ന് നിനക്ക് കുറച്ച് മനുഷ്യപ്പറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു നല്ല ലക്ഷണമാ. അല്ല, ആദ്യമായിട്ടാ മറ്റൊരാളുടെ കാര്യത്തിൽ നീ ഇത്ര വറീഡായിട്ട് കാണുന്നു. അല്ല അസിയേട്ടാ, അതൊരു പാവം കൊച്ചല്ലേ. എങ്കിൽ ശരി. അച്ചായ,
എനിക്കൊന്ന് കിടക്കണമായിരുന്നു. മോള് കിടന്നോ, അച്ചായൻ താട്ട ഇവിടെ ഇങ്ങനെ ഇരുത്തോളാം. ആരാ വിളിച്ചേ? അത് നാട്ടിന്നാ. ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം. ഓ ആ മോള് വേണേ കിടന്നോ. അച്ചായ സഹായിക്കണോ? വേണ്ട വേണ്ട, കൊഴപ്പില്ല, അച്ചായ സഹായിക്കാം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അച്ചായന് ഇത്തിരി വെള്ളം ചൂടാക്കി കൊണ്ടുവരാമോ? അത് കൊള്ളാം. അച്ചായ മോക്ക് വേണ്ടി എന്തും ചെയ്യില്ലേ. ദേ ഇപ്പൊ കൊണ്ടുവരാം. ഹലോ. ഹലോ, സോറി കേട്ടോ. അതെനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു, അതുകൊണ്ടാ കട്ട് ചെയ്തത്. അതെന്താ അവിടെ ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ? അത് ആ തമ്പിക്കുട്ടി ചായൻ ഇവിടെ വന്നിരിക്കായിരുന്നു. എന്നിട്ട് അയാൾ പോയോ? ഏയ് ഇല്ല, പോന്ന മട്ടൊന്നും കാണുന്നില്ല. ആള് നന്നായി കുടിച്ചിട്ടുണ്ട്. അവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, എല്ലാരും ഡ്യൂട്ടിയിലാ. മെരിമോളെ, ചൂട് ഇത് മതിയോ? ആ മതി മതി. ആ വേണ്ട 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 വേണ്ട, അച്ചായൻ പിടിച്ചു തരാം കേട്ടോ. വേണ്ട, ഞാൻ ഓ കുടിച്ചോ. അതെന്താ മെരിമോളെ, അച്ചായൻ എന്താ അന്യനാണോ? കൊണ്ടുപോ. അത് പോയില്ലേ? എന്താ മോളെ ഇത്? അച്ചായൻ പോയി ആ ചെയറിലിരിക്ക്, അല്ലെങ്കിൽ ഞാൻ ഗ്രേസ് ചേച്ചി വിളിക്കുവേ. അവക്ക് നോട്ടിയില്ല ഡ്യൂട്ടി, അതുകൊണ്ട് വിളിച്ചാ കിട്ടുകയില്ല. നാശം. ജെസി ചേച്ചി ആവും. അച്ചായൻ പോയി തുറന്നേ. ഇത് അല്ലേ വേണ്ട, ഞാൻ പൊക്കോളാം. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. അല്ല, ആരിത്? തമ്പിക്കുട്ടി ചായനോ? അച്ചായൻ തണുപ്പ് മാറ്റാൻ ഇറങ്ങിയായിരിക്കും അല്ലയോ? എന്തു വേണം? ഒന്ന് മാറി നിക്ക അച്ചായ. മെറിനെന്തി? ഓ മുകളിലായിരിക്കും അല്ലേ? ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. ഹായ് മെറിൻ. മാത്രമുള്ള വീട്ടിൽ കയറി തെമ്മാടിത്തരം കാണിക്കുന്നു. അത് ഞാനുള്ളപ്പോ എന്നൊന്നും കാണണല്ലോ. മോളെ ഹായ്. മോളെ, ഇവനിവിടെ എന്താ കാര്യം? എന്തോ? നിനക്ക് ഇവിടെ എന്താ കാര്യം? അയ്യോ, അത് ഞാൻ അച്ചായനോട് പറയാൻ മറന്നുപോയി. അച്ചായൻ വന്നേ. അതിനകത്തിന് വന്ന കാര്യം പറയട്ടെ അച്ചായ. വന്നേ മെറിൻ, ജസ്റ്റ് എ മിനിറ്റ്. ഈ തണുപ്പിന്റെ നിന്റെ ഈ കഴപ്പ് നന്നായിട്ടൊന്ന് പൊള്ളിയാലേ അതങ്ങ് മാറും. ഇനി നിന്റെ ഈ ചെറ്റത്തരമായിട്ട് ആ പെങ്കൊച്ചിന്റെ അടുത്ത് ചെന്നുവെന്ന് ഞാൻ അറിഞ്ഞ പിറ്റേന്ന് നിന്റെ പത്രത്തില് നിന്റെ ചരമ വാർത്ത വരും.